ഞാനിപ്പോ 10,000 മൂട് കപ്പ ഇട്ടിട്ടുണ്ട്. ആരും തന്നെയും പണിക്ക് കൂട്ടാറില്ല. പിന്നെ 350 മൂട് ഏലം വെച്ചിട്ടുണ്ട്. അതൊക്കെ സ്വന്തം പണിയാണ്. നമ്മളെ പറ്റുന്ന രാവിലെ 4:30 കയറ്റി കഴിഞ്ഞാല് വൈകിട്ട് 9 വരെ അധ്വാനമാണ്. 2018 ഞാൻ മണ്ണിന്റെ അടി പോയതാണ്. എന്റെ പെരയെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ പെര വെച്ച് ഇങ്ങോട്ട് മാറിയേക്കുന്നത്. മണ്ണിന്റെ അടി പോയോ? മണ്ണിന്റെ അടി പോയി. നേരത്തേന് തന്നെ അയൽവക്കംകാരറിഞ്ഞു. അയൽവക്കംകാരെ നോക്കിയപ്പം വീടില്ല. നേരത്തേന് അവർ ഓടി വന്ന് അവര് മാന്തി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി 12 ദിവസം ആശുപത്രി കിടന്നു. ഇപ്പോഴും തലയ്ക്കകത്തും ശരീരത്തിന് മൊത്തം വേദനയാണ്. ഞാൻ ശ്രീമതി മേഴ്സിയുടെ കഥ ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് അല്ലേ? 2018 മണ്ണിന്റെ അടിയിൽ പോയി വീടെല്ലാം നഷ്ടപ്പെട്ടു. ഈ പാറത്തോട് പാടശേഖരത്തിന് സമീപം ഒരു കൊച്ചു വീട്, മനോഹരമായ ഒരു കൊച്ചു വീട് നിർമ്മിച്ച് അവിടെയാണ് ഈ സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിൽ ഒരു സംരംഭകയുടെ അരികിലാണ്. മേഴ്സി ജോൺ കിഴക്കേക്കര. എന്തായാലും അങ്ങയുടെ അരികിലേക്ക് വരുമ്പോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേഴ്സി ഫുഡ്സ് പാറത്തോട് പിക്കിൾസ് ആൻഡ് സ്നാക്സ്. ഇത് എത്ര നാളായി ആരംഭിച്ചിട്ട്? 8 വർഷമായി. ലൈസൻസ് എടുത്തിട്ട് 1.5 വർഷമായതുള്ളൂ. കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബശ്രീയുടെ നല്ല സപ്പോർട്ട് തന്നെയാ. എന്തൊക്കെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ? ഈ പറഞ്ഞ പിക്കിൾസ് സ്നാക്സ് മാത്രമേ ഉള്ളൂ? അല്ല, ചിപ്സ് ഉണ്ട്, പിന്നെ മിച്ചർ ഉണ്ടാക്കുന്നുണ്ട്, ചക്ക കൊണ്ട് മിച്ചർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഉലുവ വെച്ച് ലേഗ്യം ഉണ്ടാക്കുന്നുണ്ട്. ഉലുവ ലേഗ്യം അതെല്ലാവർക്കും നല്ല ഗുണകരമല്ലേ, നടുവിന് വേദനയ്ക്ക്. അങ്ങനെ പിന്നെ പൊള്ളനുള്ള എണ്ണ കാച്ചി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബൈക്കേലൊക്കെ വീണ് ടാറിങ് റോട്ടില് വീണ് കരിയാത്ത മുറിവുകളൊക്കെ ഉണങ്ങും. അങ്ങനെ എണ്ണ കാച്ചി കൊടുക്കുന്നുണ്ട്. അത് ഓർഡർ വരുന്നുണ്ട്. പൊള്ളലിനും മുറിവിനുള്ള എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ പിക്കിൾസ് സ്നാക്സ് മാത്രമല്ല, ഒരുപാട് സംരംഭങ്ങളുണ്ട്. അപ്പോ ജാതിക്ക തൊണ്ടില്ലേ, ജാതിക്കയുടെ തൊണ്ട് വെച്ച് നമ്മൾ മുട്ടായി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ നീരെടുത്ത് നമ്മള് അരിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഈ കൊച്ചു വീട്ടിലാണ്, എല്ലാം ഈ കൊച്ചു അടക്കളക്കകത്താണ് ഞാനെല്ലാം. ഇത് നമ്മുടെ സമയം കണ്ട് അനുസരിച്ച് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്തൊക്കെയത്? ഇത് നമ്മള് കേരമീനുണ്ട്, പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്, പിന്നെ ജാതിക്ക തൊണ്ട് കൊണ്ടുള്ള മുട്ടായി ഉണ്ട്, പിന്നെ ജാതിക്ക തൊണ്ട് കൊണ്ടുള്ള വൈനുണ്ട്. ഇത് അച്ചാറ് 2 കൂട്ടമുണ്ട്. 2 കൂട്ടമുണ്ട്. വെളുത്തുള്ളി കേരമീൻ അച്ചാറ്. ശരി. വെളുത്തുള്ളിയും കേരമീനും ആണോ താങ്കളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടല്ല? പിന്നെ ഉണക്കമാങ്ങ അരിഞ്ഞ് പാവക്കയും കൂടെ കൂടി അച്ചാറിടും. അത് ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്ക് നമ്മള് ക്യാരറ്റ് അച്ചാറും കേരമീനും വെളുത്തുള്ളിയാണ് അവർക്ക് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ഒരു 6 കിലോ ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ രാത്രിയിൽ നമ്മൾ വെളുത്തുള്ളി പൊളിച്ചു വെക്കും. ആരെയും തന്നെയും കൂട്ടാറില്ല, ഞാൻ സ്വന്തമായിട്ടാണ്. സഹായം ആരുമില്ല, തന്നെയാണ്. ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും. കുടുംബശ്രീയുടെ സ്റ്റാളുകളിലൊക്കെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വെക്കാറുണ്ടല്ലേ? ഉണ്ട്. ഷാളിലൊക്കെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വെക്കാറുണ്ട്. അതൊക്കെ നാള് പിന്നെ നമ്മള് ചെറുതോണി വെച്ചായിരുന്നു. പിന്നെ സിന്ധു പറഞ്ഞിട്ട് നമ്മള് ഇവിടെ മലപ്പുറത്ത് കൊടുത്തു വിട്ടു, ഒരു 12 കിലോ കൊടുത്തു വിട്ടു. അതെല്ലാം തീർന്നു. പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് നമുക്ക് സാധനം ഇവിടെ ഇല്ലായിരുന്നു. അത് മത്തി അച്ചാറ്, ചെമ്മീൻ അച്ചാറ്, ഉഴുക, കേരമീന്, പിന്നെ നാരങ്ങ അച്ചാറ്, ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ കൊടുത്തു വിട്ടു. അപ്പൊ ശ്രീമതി മേഴ്സിയുടെ അച്ചാറ് പ്രത്യേകതയുള്ളതാണ്. അച്ചാറിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഇത് കർക്കിടക്കൂട്ടെന്ന് പറയും. എള്ള് വെച്ചുള്ള ഒരു പോഷകമാണ്. പിള്ളേർക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനും. ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും കഴിച്ചെന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിനും അത്യാവശ്യം ഓർഡർ വരുന്നുണ്ട്. ഇന്നലെ ഒരു 3 കിലോ കൊടുത്തു. ഇനിയിപ്പോ നാളെ ഒരു 6 കിലോയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അതും നാളെ കൊടുക്കാനായിട്ട്. എള്ളുണ്ട പോലെ ഉണ്ടാക്കുന്ന സാധനമാണോ? എള്ളുണ്ട പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കുറെ കൂട്ടുകൾ ചേരുന്നുണ്ട്. കുറെ മരുന്നുകളുണ്ട്. കപ്പലണ്ടിപ്പരിപ്പുണ്ട്, ബദാം പരിപ്പുണ്ട്, കടലയുണ്ട്, അവലുണ്ട്, നെയ്യുണ്ട്, അങ്ങനെ പല ഐറ്റങ്ങളും കൂടി നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണത്. അപ്പൊ ഇതിനെന്താ പേര് പറയുക? ഇതിന് ഇപ്പം കർക്കിടക്കൂട്ടെന്നേ പറയുന്നുള്ളൂ. കർക്കിടക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം. ഇപ്പൊ പ്രധാനമായിട്ട് ഈ കർക്കിടകമായതുകൊണ്ട് ഇങ്ങനെ കർക്കിടക്കൂട്ടമായിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഐറ്റമാണ്. ഉലുവ കൊണ്ട് ലേഗ്യം. ഉലുവ ലേഗ്യം ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അങ്ങനെ ആരും തന്നെ പറഞ്ഞു. ഞാനൊരു 10 വയസ്സ് തൊട്ട് എന്റെ വീട്ടിലെല്ലാ പണിയും, അടക്കളപ്പണി എല്ലാം അങ്ങനെ ചെയ്ത് അങ്ങനെയെല്ലാം ഞാൻ തന്നെ സ്വയം പഠിച്ചതാ. എന്റെ അമ്മയെല്ലാം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട്
എല്ലാം പഠിച്ചു. ഇപ്പൊ എത്ര ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇപ്പൊ നമ്മളിപ്പോ 8 ഉൽപ്പന്നങ്ങളുണ്ട്. അച്ചാറുകളും കർക്കിടകൂട്ട്, പിന്നെ ഉലുവാലേഖ്യം, പിന്നെ ജാതിക്ക കൊണ്ടുള്ള തൊണ്ട് കൊണ്ടുള്ള മുട്ടായി ഉണ്ട്, വൈനുണ്ട്. തുറന്ന് കാണിക്കുക. ഇത് വൈന്, ഇത് കർക്കിടകൂട്ട്, ഇത് വെളുത്തുള്ളി അച്ചാറ്, ഇത് കേരമീൻ അച്ചാറ്, പിന്നെ ഇത് ജാതിക്കത്തൊണ്ടുള്ള മുട്ടായി. ഇതിന് നല്ല ചെലവാണ്. ഇത് നമുക്ക് വയറിനൊക്കെ പിള്ളേർക്കാണെങ്കിലും കൊടുത്താൽ ഇതിന്റെ ഒരു പകുതി കൊടുത്താൽ മതി. നമുക്ക് ഗ്യാസിന്റെ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതങ്ങനെ കേടിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതാണ് സുറുമി എന്ന് പറയും. സുറുമി ഇത് ബീട്രൂട്ട് കൊണ്ടുള്ള സുറുമി. ഇത് പിള്ളേർക്ക് കാൽസ്യത്തിനും അച്ചാറല്ല, ഇതല്ലാതെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അതിനും ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട്. സുറുമി സാറിന് ഇതെല്ലാം ഒന്ന് രുചിച്ചു നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ മുറിവിനുള്ള കരിയാത്ത മുറിവുകൾക്ക് പൊള്ളലിന് ഉള്ള ഒരു ഔഷധക്കൂട്ട് എണ്ണയാണ്. ഇതിന് ഇഷ്ടം പോലെ ഓർഡറാണ് വരുന്നത്. അപ്പൊ ഇത് ഓർഡർ അനുസരിച്ച് ഞാൻ ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിങ്ങനെ വരുന്നവർക്ക് 100 മില്ലി വെച്ച് 70 രൂപയ്ക്ക്, നമ്മൾ ഒത്തിരി ലാഭമൊന്നും എടുക്കുന്നില്ല. 70 രൂപയ്ക്ക് 100 മില്ലി വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം കേൾക്കുന്നവരെല്ലാരും പറയുന്നുണ്ട് നല്ല എണ്ണയാണ്, ഇത് ഞങ്ങൾക്ക് ഇനിയും വേണമെന്നാണ് പറയുന്നത്. പൊള്ളലിനും മുറിവിനും. തെങ്ങും പൂക്കലിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നടുവേദനയ്ക്ക് ആവശ്യം ഇഷ്ടം പോലെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഈ കർക്കിടകത്തിൽ ഇപ്പൊ 6 പേർക്ക് ഉണ്ടാക്കി കൊടുത്തു തെങ്ങും പൂക്കലിലേക്ക് വെച്ച്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൊച്ചു വീട്ടിലാണ് മേഴ്സി ഫുഡ്സ് പ്രവർത്തിക്കുന്നത്. തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ ധാരാളം ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അച്ചാറുകൾ, പ്രത്യേകിച്ച് ജാതിത്തൊണ്ട് പലപ്പോഴും വേസ്റ്റാക്കി കളയുന്നതാണ്. സുറുമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തും പറഞ്ഞ് ഇഷ്ടം പോലെ ഓർഡർ ഇതിന് വന്നിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുക്കാനായിട്ട്, ബ്ലഡ് ഉണ്ടാകാനും. നമ്മൾ ടോണിക്ക് മേടിച്ച് കൊടുക്കണ്ടല്ലോ, അപ്പൊ ഇത് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ചേച്ചി വന്നിട്ടുണ്ട് 2 കിലോയ്ക്ക് വേണ്ടി. അപ്പൊ അത് ആ ചേച്ചിക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് ആട്ടയെന്നോർത്തുകൊണ്ട് ഇരിക്കുന്നു. എന്തായാലും സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ഈ രംഗത്ത് ശ്രദ്ധേയായിട്ട് സഹായി എന്ന് പറഞ്ഞാൽ ആരും തന്നെ നമുക്കില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്കുള്ള പരിശ്രമം കൊണ്ട് ഈ രംഗത്ത് ശ്രദ്ധേയായി മാറുന്ന ശ്രീമതി മേഴ്സിയാണ് പരിചയപ്പെടുത്തിയത്. കുടുംബശ്രീയുടെ സപ്പോർട്ട് ഇവരുടെ ഈ സംരംഭത്തിനുണ്ട്. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.